أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, നമ്മുടെ ഇടയിൽ ചില കാര്യത്തിലൊക്കെ സംശയം ഉണ്ടാകുന്ന ഒരവസ്ഥ ഇന്ന് കാണുന്നു. സംഘടനാപരമായിട്ട് തന്നെ പല ആളുകൾക്കും പല സംശയങ്ങളും നിലനിൽക്കുന്നു. ഇത് സംബന്ധമായി 4 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനികളെ, എന്താണ് സംഘടന? സംഘടന എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും ഹൃദയത്തിലുള്ളൊരു വിഷയം നടപ്പാക്കാൻ വേണ്ടി, അത് ജനങ്ങളിൽ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സംഘടിച്ചു പ്രവർത്തിക്കുക. ഹൈറെന്ന് തോന്നിയ, നല്ലതെന്ന് തോന്നിയ ആ ഒരു വിഷയം അത് ജനങ്ങളിൽ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം, ഇതാണ് സംഘടന. അപ്പം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു സംഘടന അത് സ്ഥിരപ്പെട്ട് കിട്ടണമെങ്കിൽ 4 ത്യാഗത്തിന് തയ്യാറായേ മതിയാവും. ഏതാണ് 4 ത്യാഗം? സമയത്യാഗം, സാമ്പത്തിക ത്യാഗം, ശാരീരിക ത്യാഗം, അതുപോലെ തന്നെ ജീവത്യാഗം. ഈ 4 ത്യാഗത്തിന് തയ്യാറാവും. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ആളുകൾ ഈ 4 ത്യാഗം ചെയ്തുകൊണ്ട് തന്നെ അത് സ്ഥിരപ്പെടുത്തും. അങ്ങനെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്വഭാവം, അതിലേക്ക് കുറച്ച് പുഴുക്കുത്തുകളായ ആളുകൾ കയറിക്കൂടും. സ്ഥിരപ്പെട്ടാൽ വിരിച്ച വിരിപ്പിൽ കയറിയിരുന്ന് കൊഞ്ഞനം കാട്ടുക എന്നൊക്കെയാണ് അതിന് പറയേണ്ടത്. അങ്ങനെ പതുക്കെ കയറിക്കൂടി സജീവമായിട്ട് പ്രവർത്തനം അവിടെ നടത്തിയുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് ഉറച്ചു കഴിഞ്ഞതാണ് സംഘടന. ഉറയ്ക്കുന്നത് വരെയാണ് ഇതിനുള്ള പ്രശ്നം കിടക്കുന്നത്. അങ്ങനെ കയറിക്കൂടിയിട്ട് ആ സംഘടനയ്ക്ക് സ്ഥാപിത ലക്ഷ്യമുണ്ടാവും. അതാ പറഞ്ഞത്, പല ആളുടെയും ഹൃദയത്തിലുള്ള നല്ലതെന്ന് തോന്നുന്ന വിഷയം സമൂഹത്തിൻ്റെ ഇടയിൽ നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ആ ഉദ്ദേശത്തിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് പിന്നെ പ്രവർത്തനം കാണുക. അതിൻ്റെ സ്ഥാപിത ലക്ഷ്യമുണ്ടാവും സംഘടനക്ക്. ആ സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് അവർ വ്യതിചലിച്ച് അവർക്ക് തോന്നുന്നത് പോലെ ഉണ്ട് പിന്നെ അവർക്കൊരു പ്രവർത്തനം കൊണ്ടുവരാൻ. ഇതാണ് ലോകത്തിൻ്റെ കഴിഞ്ഞകാല സർവമാന കാലഘട്ടത്തിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ ഇന്നത്തെ ഈ മണിക്കൂർ വരെയുള്ള ഏത് വിഷയം, ഏത് സംഘടനയും പരിശോധിച്ചാൽ ഇതാണ് നടക്കാറുള്ളത്. ത്യാഗം സഹിച്ച ഒരാൾ, കുറേ ആളുകൾ സംഘടന സ്ഥിരപ്പെടുത്തും. പിന്നീട് കുറച്ചാളുകൾ അതിലേക്ക് വന്ന് കയറിക്കൂടും. പിന്നെ അവർക്ക് തോന്നിയതായി സംഘടന യഥാർത്ഥത്തിൽ എന്താണ് സ്ഥാപിത ലക്ഷ്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതേ യഥാർത്ഥത്തിൽ ആ സംഘടനയ്ക്ക് പറയാൻ പാടുള്ളൂ. സംഘടന എന്ന് പറയേണ്ടത് അതിനാണ്. നമ്മൾക്കറിയാം, ലോകത്തിൻ്റെ ചരിത്രം തന്നെ ഞാനൊന്ന് എടുത്തു നോക്കുക. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ ജയിലിലേക്ക് അടച്ചു. എന്തേ അടയ്ക്കാണ്ടായ കാരണം? വേറൊന്നുമല്ല. അവർ തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, അവരെ വിഘടനവാദിയാക്കി മാറ്റി. ആ കാലഘട്ടത്തിൻ്റെ പുഴുക്കുത്തുകളായ മുനാഫിക്കുകൾ കയറിക്കൂടി സജീവമായിട്ടോട്ടാണ് പ്രവർത്തിച്ചോട്ട്. അങ്ങനെ തന്ത്രപരമായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തങ്ങളുടെ ലെറ്റർ പേഡ് എന്ന് പറഞ്ഞാൽ അന്ന് സീലാണ്, അതുപയോഗിച്ചിട്ട് അവർക്കെതിരിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി ബാക്കിയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ഈ ജയിലിലേക്കാവുന്നതും മറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ മുൻകാലത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. പോയി വരുമ്പോഴത്തേക്ക് പൈക്കുട്ടീനെ ഉണ്ടാക്കി വെച്ചുക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഏത് കാലഘട്ടത്തിലും. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ സംഘടന എണ്ണം കൂടുന്നത്. ഒരേ രാഷ്ട്രീയ സംഘടന, ഒരേ ആശയത്തിനു വേണ്ടി അവർ കുറേ ആളുകൾ ത്യാഗം ചെയ്ത് ആ രാഷ്ട്രീയ സംഘടനയെ സ്ഥിരപ്പെട്ടു വന്നാൽ പിൽക്കാലത്ത് കയറിക്കൂടുന്ന പുഴുക്കുത്തുകൾ അതിൻ്റെ പേരിൽ കുഴപ്പമുണ്ടാക്കുകയും അപ്പോൾ നേരത്തെ പ്രവർത്തിച്ച ആളുകൾക്ക് അതിന് വേദന തോന്നുകയും പിന്നീട് അവർ അതിനെതിർക്കുമ്പോൾ അത് പീസായാലാണ് സാധാരണ രാഷ്ട്രീയത്തിൽ എടുത്തു നോക്കിയാൽ. ശ്രദ്ധിച്ചുകൊണ്ടാലോ, ഏത് പാർട്ടി നിങ്ങൾ എടുത്തു നോക്കിയോളെ ഇതിൻ്റെ ഇടയിൽ കയറിക്കൂടുന്ന ചില ആളുകൾ ഒപ്പിക്കുന്ന വേലയാണ്.
അപ്പം അതുകൊണ്ട് തന്നെ സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ആര് പോകുന്നുണ്ടോ അവർ ആ സംഘടനയുമായിട്ട് ബന്ധമില്ലെന്നേ പറയാനുള്ളൂ. സംഘടനയിൽ വലിയ സ്ഥാനത്തൊക്കെയായി കയറിക്കൂടിയിട്ടുണ്ടാവും, പക്ഷേ അവരെന്തല്ല ആ സംഘടനയുമായിട്ട് അവർക്ക് പിന്നെ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എന്നതുപോലെ അവർക്ക് കടലും കടലാടിയും പോലെ അവരകന്നതായിട്ട് നിൽക്കുന്നത്. സംഘടനയ്ക്കൊരു സ്ഥാപിത ലക്ഷ്യമുണ്ട്. ഇപ്പം ദീനുൽ ഇസ്ലാമിനെ പ്രസിദ്ധപ്പെടുത്താനാണല്ലോ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തെ കിറാമും പ്രയത്നിച്ചതും ത്യാഗം സഹിക്കേണ്ടി വന്നത്. മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുന്നതെല്ലാം ത്യജിച്ചു. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നും താങ്ങും തണലുമായി നിലനിന്നു പോന്ന സ്വന്തം ശരീരത്തെ മറയാക്കി നിർത്തിക്കൊടുത്ത ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ, അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവസാനം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം സംഘടനയുടെ ഉള്ളിൽ കയറിക്കൂടിയ പുഴുക്കുത്തുകളാണ് അത് ഒപ്പിച്ച വേല. ഞാൻ അവിടേക്ക് തെളിവ് വെക്കുന്നതിൻ്റെ കാരണം ഏത് കാലഘട്ടത്തിലും അത് നടക്കും, അത് നടക്കുന്നുണ്ട്. ഈ നടക്കുന്നത് കണ്ട് വേദനിക്കേണ്ട, ചില ഹൃദയങ്ങൾക്ക് വേദന അകറ്റാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി വെച്ചതാണ് ഈ വിഷയം. സംഘടന എന്നത് അവർക്ക് ആ പ്രവർത്തനം കണ്ടാൽ അതിൻ്റെ സ്ഥാപിത ലക്ഷ്യവുമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ തിരിയും. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകൾ സംഘടനയെ എൻ്റെ ഏഴായിരത്തും എത്തിയവരല്ല എന്ന്. ഇത് ഞാൻ പറയാനുണ്ടായ കാരണം ചില ചിത്രങ്ങൾ നമ്മളെ മുമ്പിൽ വെക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് പറയുന്നത്. ചില ചിത്രങ്ങൾ നമ്മൾക്ക് വെക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വെക്കുക തന്നെ ചെയ്യും, വെക്കാതിരിക്കാൻ പാടില്ല. അത് വെക്കുക തന്നെ ചെയ്യും. അതിന് എന്ത് വൃത്തികേടും അവർ ചെയ്യും. സ്വാഭാവികമായിട്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് പലതും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കെതിരിൽ പലതും പറഞ്ഞുണ്ടാക്കി. അങ്ങനെ തുടങ്ങിയിട്ട് പല ആളെ പറ്റിയിട്ടും പറഞ്ഞുണ്ടാക്കുക. അവരിലില്ലാത്തതും വളരെ മോശമായ കാര്യങ്ങളും അവരിലേക്ക് ചാർത്തിയിട്ട് അവരെ തരം താഴ്ത്തി പൊളിച്ചു കളയുക. അവരിൽ ഖൈർ ഉദ്ദേശിച്ചാൽ അത് പൊളിച്ചു കളയുക. ഇതാണ് സംഘടനാ വിരുദ്ധരുടെ കയറിക്കൂടിയിട്ടുള്ള പ്രവർത്തനം. ഇത് സാധാരണക്കാർ ശ്രദ്ധിച്ചാൽ നമ്മളെ അഖീദയിൽ നിന്ന് മാറാതെ രക്ഷപ്പെട്ടു കിട്ടും. അത്രയേ അതിന് പറയേണ്ടതുള്ളൂ. വിഷയം നടക്കില്ലെന്ന് പറയാൻ നമ്മൾ കൊണ്ട് കഴിയില്ല. ഇത് ഈ കാലഘട്ടം വരെ നടന്നിട്ടുണ്ട്, ഇനിയും അത് നടക്കുകയും ചെയ്യും. പക്ഷേ ദുആ ചെയ്യുന്നു. അങ്ങനത്തെ പുഴുക്കുത്തുകളായ ആളുകളിൽ നിന്ന് സംഘടനയെ രക്ഷപ്പെടുത്തണേ. അതിൻ്റെ സ്ഥാപിത ലക്ഷ്യമുണ്ട്. ത്യാഗം സഹിച്ച് കൊണ്ടുവന്ന ആളുകളെ ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ട് പിന്നെ അവർക്ക് തോന്നിയോണം അവർ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ. ആശയവും മാറ്റി നേതൃത്വത്തെയും മാറ്റി അവരൊരു ജാതി കളി കളിക്കുന്ന ഒരവസ്ഥ ഏത് സംഘടനയിലുമുണ്ട്. ആ സംഘടനയുടെ പ്രവർത്തകർ മനസ്സിലാക്കണം അതിൻ്റെ സ്ഥാപിത ലക്ഷ്യം എന്തായിരുന്നു. സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നാണോ പോകുന്നത്? സ്ഥാപിത ലക്ഷ്യത്തിലാണോ ഇന്ന് നടക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിയായി മറ്റേത് സംഘടനയായി അതിൻ്റെ പ്രവർത്തകരാണ് അത് മനസ്സിലാക്കേണ്ടത്. സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ആരാണ് വ്യതിചലിച്ചതെന്ന് നോക്കിയിട്ട് അവരെ കൈകാര്യം ചെയ്തേ മതിയാവൂ. അല്ലെങ്കിൽ ആ ആശയം ഇവിടെ തുടച്ചു നീക്കപ്പെടുകയാണ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾക്ക് ചിലത് പറയാനുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് അത് പറയുക തന്നെ ചെയ്യും. ഇപ്പോൾ അത് പറയില്ല. പരിഹാരം ഉണ്ടാകുമെങ്കിൽ നമുക്കത് മൂടിവെക്കാം, അല്ലെങ്കിൽ നമുക്ക് തുടർന്ന് പറയേണ്ടി തന്നെ വരും. തൽക്കാലം നിർത്തട്ടെ.